വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച് റെസിപ്പിയും കൊണ്ടിട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സാൻഡ്വിച്ച്. അപ്പം ഫ്രാൻസിസ്കോ ചിക്കൻ സാൻഡ്വിച്ച് റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഈ ഫ്രാൻസിസ്കോ ചിക്കൻ സാൻഡ്വിച്ച് ഞാൻ കഴിച്ചിട്ടുള്ളത് ഇവിടെ UAE കഫെറ്റീരിയയിൽ നിന്നൊക്കെ കേട്ടോ. അപ്പം ആ ഒരു ടേസ്റ്റിൽ ഏകദേശം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ബാക്കി ഞാൻ വീഡിയോനകത്ത് പറയാം. അപ്പോൾ ചിക്കൻ്റെ എല്ലില്ലാത്ത ഇറച്ചി പീസസ് മാത്രം കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് അതെടുത്തിട്ട് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ജിഞ്ചർ പൗഡർ അത് ഒരു 1/4 ടീസ്പൂണ്, പിന്നെ സോയ സോസ് 1 ടീസ്പൂണോളം, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂണ്, പിന്നെ ഉപ്പ് ഒരു നുള്ള് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിത് ഫ്രൈ ആക്കാനുണ്ട്. ഞാൻ അപ്പം തന്നെ ഫ്രൈ ആക്കാണ്. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നുകൂടി നന്നാവും. പക്ഷേ ഇതന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനിലൊക്കെ മാരിനേഷൻ നമ്മൾ നോർമൽ മാരിനേഷൻ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വേറൊരു സംഭവം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഡീപ് ഫ്രൈ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചെറിയ പീസ് ചിക്കൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്യുന്നത്. എന്നാലും ചിക്കൻ നന്നായിട്ട് ഒരു ഡീപ് ഫ്രൈ ലുക്കിൽ തന്നെ വരണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അന്നേരം കൊണ്ട് ചിക്കൻ ഏകദേശം അവിടെ ഫ്രൈ ആകുന്ന ആ സമയം കൊണ്ട് ഞാനിവിടെ പൊറോട്ട, ഫ്രോസൺ പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. ഗ്രാൻഡ് ബേക്സിൻ്റെ ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് ബേക്സിൻ്റെ ഫ്രോസൺ പൊറോട്ട ഇവിടെ കയ്യിലുണ്ടായിരുന്നു. അതാണ് ചൂടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷെ നമ്മളെപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചൊക്കെ നമ്മൾ വിചാരിക്കുക. അപ്പം എപ്പോഴും ഫ്രോസൺ പൊറോട്ട ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്കത് ഭയങ്കര സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റിനൊക്കെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രോസൺ പൊറോട്ട ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള കളറിൽ വന്നിട്ടുണ്ട്. അപ്പം മുളക് പൊടി നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാശ്മീരി ചില്ലി പൗഡർ തന്നെ അത്യാവശ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ അവിടെ പൊറോട്ട അവിടെ റെഡി ആവുന്നുണ്ട്. ഞാൻ 2 പൊറോട്ടയിലാണ് ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് 2 പൊറോട്ട സാൻഡ്വിച്ചാണ് ഞാൻ ഇത്രയും ചിക്കനിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ഒരു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പൊറോട്ട നമുക്കിതുപോലെ തന്നെ ചൂടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ സാൻഡ്വിച്ചിനകത്തൊക്കെ പൊറോട്ട നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാകും, രസമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊറോട്ട ചൂടാക്കുകയാണെങ്കിൽ അതിന് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഫ്രോസൺ പൊറോട്ട ചൂടാക്കിയെടുത്താൽ മതി 2 വശവും. അപ്പോൾ ചിക്കന് എണ്ണയിൽ നിന്ന് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ഭംഗിയുള്ള കളറിൽ വന്നിട്ടുണ്ട്. ഈ കളർ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പം എന്നാലേ നമ്മൾ ആ ഫ്രാൻസിസ്കോ ചിക്കൻ സാൻഡ്വിച്ച് കാണാനുള്ളൊരു മൊഞ്ചുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് കഫെറ്റീരിയയിൽ നിന്ന് കഴിച്ചതാണ്. അപ്പോൾ ആ പേര് കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊറോട്ടേൻ്റെ അകത്ത് ഈ സാൻഡ്വിച്ച് എങ്ങനെ റോൾ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയണൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർലിക് സോസ് ഉണ്ടല്ലോ, നമ്മളെ ഷവർമയുടെ സോസ്, അത് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മയണൈസ് മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ചിക്കന് കുറച്ചധികം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ കട്ട് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് വെക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ്, അതാണ് ഈ ഫ്രാൻസിസ്കോ സാൻഡ്വിച്ചിൻ്റെ പ്രത്യേക ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒമാൻ ചിപ്സ്. അപ്പം ഏത് ചിപ്സ് വേണമെങ്കിലും, ഇനിയിപ്പോൾ ഒമാൻ ചിപ്സ് നമുക്ക് നാട്ടിൽ കിട്ടുന്നില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ലേസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഹെൽത്തി ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ചിപ്സൊക്കെ നമ്മൾ എന്തായാലും ഒമാൻ ചിപ്സും ലേസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന്. പക്ഷേ കഴിക്കാത്തവരാണെങ്കിൽ ഒമാൻ ചിപ്സ് വെക്കണ്ട. പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാനിത് പ്രൊമോട്ട് ചെയ്യില്ല, ഹെൽത്തി വൈസ് നോക്കുന്നവർ ചെയ്യേണ്ട. പക്ഷേ സംഭവം നല്ല കിടുവാട്ടോ. ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ടയും ആ ഒരു ചിപ്സും അതുപോലെ ആ ഒരു മയണൈസും ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ ആ ചിക്കനും ഫ്രൈ ആക്കിയും കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് മക്കളായിരുന്നു ഒരു തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. അപ്പോൾ ഞാൻ ഈ ചിപ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അത് കഴിക്കേണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ, ചിക്കനും ആ ചിപ്സും ആ ഒരു പൊറോട്ടയും എല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയിപ്പോൾ പുറത്തുനിന്ന് കഫെറ്റീരിയയിൽ നിന്ന് പോയി ടേസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു ടേസ്റ്റ് എന്തായാലും അറിയാൻ വേണ്ടിയിട്ട് മാത്രമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം. ഈ ഒരു സാൻഡ്വിച്ച് പുറത്തുനിന്ന് കഴിച്ചവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.